ഹലോ ഗൈസ്, ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ അത്രയും കാട് പിടിച്ചും കിടക്കണം. മഴയായതുകൊണ്ട് നമുക്കൊന്നും പോച്ച പിച്ച് കളയാനൊന്നും ടൈം കിട്ടിയില്ല. അതുമല്ല, നമ്മളൊരു കളയക്കാരെ വിളിക്കണമെങ്കിൽ നമ്മളിത് 4 ദിവസം അവരെടുക്കും. എന്തായാലും ചിലപ്പം മിനിമം പോയാൽ ചിലപ്പോൾ അവർ ഒരാഴ്ച വരെ എടുക്കും. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 700 രൂപയും 1000 രൂപയുടെയാണ് ഒരാൾക്ക്. ഇപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് പോച്ചയൊക്കെ പിച്ച് മൂടോടെ പുഴുതു കളഞ്ഞാൽ പെട്ടെന്ന് പോച്ച കിളിക്കത്തില്ല. അതേസമയം നമ്മൾ മമ്മട്ടിക്ക് അലോണ് വെട്ടിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോച്ച വീണ്ടും അത് കിളിച്ച് വരും. അപ്പം ഞാനത് കൈ കൊണ്ടാണ് എടുക്കുന്നുണ്ട്, മമ്മട്ടിക്കൊന്നും അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ അത്രയും ഹാർഡായിട്ടുള്ള പോച്ചകൾ മാത്രമേ മമ്മട്ടിക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ച അംഗം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ അംഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ കാട്ടിൻ്റെ ഇടയിലും അവന് ചോറ് കൊണ്ട് കൊടുക്കാനും എടുക്കാനൊക്കെ പാടുവാണ്. എന്നാൽ അവൻ ഈ കാട്ടിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ കാട്ടിൻ്റെ ഇടയിലാകുമ്പോൾ പിന്നെ അവനെ ആരും ഒന്നും ശല്യം ചെയ്യില്ല. അവ അവിടെ തന്നെ ഉണ്ടാകുന്നതെന്ന് നോക്കില്ല. അവനിങ്ങനെ ഈ സാധാ കൂട്ടിലൊന്നും കിടക്കുന്നതെന്ന് അവന് ഇഷ്ടമല്ല. അവന് പക്ഷേ നാടനായതുകൊണ്ടായിരിക്കും അവന് ഒരു കുട്ടയ്ക്കകത്തേ അവൻ കൊച്ചിലെ തൊട്ടേ കുട്ടയ്ക്കകത്തേ കിടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് ഈ അത്തിപ്പം വന്ന് ഓരോ കുർത്തക്കേടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നു വെച്ചാൽ ജോലിയിൽ ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ളത്. ഞാൻ പിന്നെ ഒരു കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പോച്ച പിഴുകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ച കറയും ഉണ്ട്. അതുമല്ല കൈ പൊട്ടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടാണ് അംഗം തുടങ്ങിയിരിക്കുന്നത്. കുറേശ്ശെയൊക്കെയാണ് ചെയ്ത് വൃത്തിയാക്കാൻ നിൽക്കും. ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ ചെയ്യാത്ത ജോലി നമ്മൾ ഒന്നും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നേ നടുവിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. കുറേശ്ശെ ചെയ്യുമ്പോഴത്തേക്കും അത്രയ്ക്ക് പറയാണ്ട്. അപ്പം ഞാൻ വീഡിയോ വോയിസ് ഇട്ടാൻ തുടങ്ങിയപ്പോഴും അവൻ വന്നൊന്ന് ബഹളം ഉണ്ടാക്കുക. അപ്പം നമുക്ക് കുറേശ്ശെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്ര ആയിട്ടുള്ള ഇപ്പം ഇത്രയും രൂപ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയും ചെയ്യാം. പക്ഷേ ഇത് നമ്മളിവിടെയൊക്കെ ഈ കൊച്ചിലെയൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ കായ എടുത്ത് നമ്മൾ ചോരയെന്നും പറഞ്ഞ് നമ്മൾ പുറത്തൊക്കെ തേച്ച് വരുന്നു. പക്ഷെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇതെല്ലാം വലിച്ചു പോയി. പക്ഷെ മഴയുടെ ആ ഒരു ഇതുകൊണ്ട് ആ മണ്ണ് തണുത്ത് കിടക്കുന്നതുകൊണ്ട് പുഴുവുമ്പോൾ പെട്ടെന്ന് വരും. ആ സമയം നമ്മൾ കൊട്ടത്തറയാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകും, നമ്മൾ ജോലിക്ക് ആളെ വിളിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ചൊറിയണം ഉണ്ടല്ലോ, നമ്മളിവിടെയൊക്കെ വട്ടച്ചൊറിയണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ വട്ട ഇതിലിരിക്കുന്നുണ്ട്. പിന്നെ വള്ളിച്ചൊറിയണമുണ്ട്. പക്ഷേ വള്ളിച്ചൊറിയണേക്കാട്ടി ഇതാണ് നമ്മളെ പുറത്ത് പറ്റിയ അപ്പോൾ ചൊറിച്ചിലുണ്ടാവും. എൻ്റെ അമ്മ സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരിക്കും. അങ്ങനെ നമ്മളിതൊക്കെ നമ്മളല്ല, ഞാൻ ഇവനെ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഹെൽപ്പിന് ആരെയും വിളിക്കില്ല, സ്വന്തമായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു പപ്പായ മരമൊക്കെ നിന്നത് ഞാൻ അതൊക്കെ വെട്ടി ഇട്ടെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടയൊക്കെ പോയി, കായൊന്നും പിടിക്കുന്നില്ല. പിന്നെ വെട്ടി കളഞ്ഞു. അങ്ങനെ അതുമല്ല അത് അഴവാൻ തുടങ്ങി. അങ്ങനെ അത് വെട്ടി കളഞ്ഞിട്ട് അതിൻ്റെ ആ കുറ്റീരെ പുറത്ത് മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരുടെ വീഡിയോ പിടിച്ചത്. എന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ആരുമില്ല, സ്റ്റാൻഡൊന്നും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് എനിക്കത് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് നോക്കപ്പോഴേ എനിക്ക് ബാക്കിലൊരു വാല്, അത് ഈ ഉടുപ്പിൻ്റെ വള്ളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരുപാട് ഞാൻ പോച്ചയൊക്കെ പിച്ചുന്നതും
ഫൈനലി ഞാൻ ഈ ഈ ചൊറിയണമെന്ന് പറഞ്ഞ ഇല അത് ഈ വേരോടെ പുഴുതു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കിളിച്ച് അത് പിടിച്ചിങ്ങനെ വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊന്നും ടച്ചായി. എൻ്റെ എന്തൊരു ചൊറിച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു ചെടിയുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഒരു സൈസ് പോച്ചയാണ്. പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഇതൊക്കെ എന്തൊക്കെ ചെടിയാണെന്നുള്ളത്, പക്ഷേ എനിക്കിതൊന്നും അറിയത്തില്ല. ഈ കൊച്ചിലെ തൊട്ട് നമ്മൾ ഈ ചൊറിയണം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പല നാട്ടിലും പല പേരായിരിക്കും. എൻ്റെ ഒരു റീൽസൊക്കെ ഞാൻ എടുത്തും അത് അടിപൊളി റീൽസൊക്കെ എടുത്തും അങ്ങനെ ഇത് ഫൈനലി ഞാൻ കുറച്ച് വൃത്തിയാക്കിയ നമ്മൾ നേരത്തെ കണ്ട ആ കാട് കണ്ടോ, ഇത്രയും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മമ്മട്ടി വെച്ചൊക്കെ ചെയ്യുന്നത്. ഇത്രയും വൃത്തിയായിട്ടുണ്ട്. പുഴു തുടങ്ങി. പിന്നെ ആ കൊച്ചു കൊച്ചു പോച്ചകളൊക്കെ എൻ്റെ കൈ കൊണ്ട് തന്നെ പിച്ചിക്കളയും. ആ വലിയ കാട് കണക്കത്തെ പോച്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ. കാട് ചെത്തി 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 വന്നപ്പോഴാണ് അവസാനമാണ് ഞാൻ ഒരാളെ കണ്ടത് കേട്ടോ. പക്ഷേ അത് ഈ വീഡിയോയ്ക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. പാർട്ട് 2 ഇടാം.